ഹലോ ഗായ്സ്, ഭ്രാന്തന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ അറിയാലോ, ഇന്നത്തെ മാച്ചിൽ മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും എല്ലാം കളിയിൽ ഫസ്റ്റ് ബാറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാർ. അതിൽ സഞ്ജു സാംസൺ അങ്ങനെ 101 റണ്ണ് അടിച്ചിരിക്കുകയാണ് കൂട്ടുകാർക്ക്. 54 ബോളിൽ 101 റണ്ണുമായിട്ട് അതിൽ 10 4ഉം 6 6ഉമായിട്ട് സഞ്ജു സാംസണിന്റെ 2026 IPL രണ്ടാമത്തെ സെഞ്ചുറി ആധികാരികമായി തെളിയിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടും സന്തോഷം നിറഞ്ഞാണ്. ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2026 IPL തീരുന്ന മുമ്പേ സഞ്ജു സാംസന്റെ കുറഞ്ഞതൊരു 3 സെഞ്ചുറി എങ്കിലും നമുക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് അച്ചട്ടായിട്ടാണ് നടന്നിരിക്കുന്നത്. രണ്ടാമത്തെ സെഞ്ചുറി നടന്നിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം അടിച്ചിരിക്കുകയാണ് സഞ്ജു സാംസൺ സെഞ്ചുറി അടിച്ചിരിക്കുന്നത്. സന്തോഷമുണ്ട്, എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാര്യം എൻ്റെ ചാനൽ മുഖാന്തരമാണ് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമായിട്ടുണ്ട്. അത് മുമ്പത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതേപോലെ അങ്ങനെ രണ്ടാമത്തെ സെഞ്ചുറി സഞ്ജു സാംസന്റെ നല്ലൊരു സെഞ്ചുറി ഇന്നും കാണാൻ കഴിഞ്ഞു. മുംബൈക്കെതിരെ നല്ലൊരു സെഞ്ചുറി. അങ്ങനെ എല്ലാവരും ഔട്ടായി വെച്ചുകൊണ്ടിരുന്ന സമയത്ത് സഞ്ജു സാംസൺ ഒരറ്റത്ത് നിന്ന് അങ്ങനെ നിന്ന് അവസാനം സെഞ്ചുറി അടിച്ചിരിക്കുകയാണ്. എന്തായാലും സന്തോഷമുണ്ട്. ഇങ്ങനെ മാച്ച് വിൻ ചെയ്യുന്നതിന് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും മാച്ച് വിൻ ചെയ്യായിരിക്കും, എന്താണെന്ന് അറിയില്ല. എന്തായാലും സഞ്ജു സാംസന്റെ പെർഫോമൻസിൽ അതിയായ സന്തോഷം എല്ലാവർക്കും ഉണ്ട്. സഞ്ജു ഫാൻസിനായാലും നമ്മളെ കേരളത്തിലുള്ളവരുന്നാലും ചെന്നൈയിലുള്ള ഫാൻസിലാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം സഞ്ജു സാംസൺ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു രക്ഷ മരണമാസമായിട്ട് ഇരിക്കുകയാണ് സഞ്ജു സാംസൺ. എന്തായാലും നല്ലൊരു മാച്ച് നോക്കി തന്നെ കൊടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ സഞ്ജു സാംസൺ. എന്തായിരുന്നാലും ഇനി മാച്ച് കഴിഞ്ഞിട്ടില്ല, ഇതുവരെ മാച്ച് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തായിരുന്നാലും എനിക്ക് ആ സന്തോഷം പങ്കിടാനുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. എന്തായാലും ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാർ, തീർച്ചയായിട്ടും ഈ 2026 IPL തീരുന്ന മുമ്പ് നമുക്കൊരു സഞ്ജു സാംസന്റെ കുറഞ്ഞ ഒരു സെഞ്ചുറി കൂടി കാണാം. 3 സെഞ്ചുറി കൺഫേം ആയിട്ട് സഞ്ജു സാംസൺ 2026 IPL അടിച്ചിരിക്കും. കൺഫേം ആണത്. തീർച്ചയായിട്ടും ട്രേഡ് ചെയ്തെടുത്ത ചെന്നൈ ഫാൻസ് ഹാപ്പി, മൊത്തത്തിൽ എല്ലാവരും ഹാപ്പി. അങ്ങനെ രാജസ്ഥാനിലെ റിയാൻ പരാഗിന്റെ അഹങ്കാരം കുറച്ചൊക്കെ കുറഞ്ഞു കാണുന്നു. കഴിഞ്ഞ 2-3 കളി രാജസ്ഥാന്റെ കളി കാണുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. റിയാൻ പരാഗ് ഒരുപാട് ഇച്ചിരി അഹങ്കാരം കൂടുതലായിട്ട് ഉള്ളതുപോലെ തോന്നി എനിക്ക് റിയാൻ പരാഗിന്റെ. സഞ്ജു സാംസന്റെ പ്ലാൻ ചെയ്താണ് ആദ്യത്തെ കളി സഞ്ജു സാംസന്റെ വിക്കറ്റ് എടുത്തതെന്നൊക്കെ മീഡിയയിൽ പറഞ്ഞോടെ ഭയങ്കര ഇതായിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവന്റെ അഹങ്കാരം ശകലം കുറഞ്ഞെന്ന് തോന്നുന്നു റിയാൻ പരാഗിന്. എന്തുകൊണ്ടും സഞ്ജു സാംസൺ ട്രേഡ് ചെയ്ത് ചെന്നൈയിൽ വന്ന് ചെന്നൈ എന്തായാലും നല്ല ടീം സെറ്റായിരിക്കണം. ചെന്നൈ ടീം ഇതിന് മുമ്പ് ഒരു ടീം സെറ്റ് അല്ലായിരുന്നു, പക്ഷെ ടീം നല്ല രീതിയിൽ സെറ്റായി. ടീം ഇപ്പോൾ നമുക്ക് പറയാം നല്ലൊരു ടീമും നല്ല സെറ്റ് ടീമുമായിട്ടാണ്. എന്തായാലും തീർച്ചയായിട്ടും ഇന്നത്തെ മാച്ചും കൂടി ജയിച്ചു കഴിഞ്ഞാൽ 6th പോയിന്റിലേക്ക് എത്തുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ എന്ന് തോന്നുന്നു. 6ാം പോയിന്റ്. എന്തായാലും ഫൈനൽ ഷെഡ്യൂൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും ആദ്യത്തെ 4 ചെന്നൈ സൂപ്പർ കിങ്സ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അത് സഞ്ജു സാംസന്റെ കഴിവോടുകൂടി, സഞ്ജു സാംസന്റെ നല്ലൊരു ഗെയിമോട് കൂടി ചെന്നൈ സൂപ്പർ കിങ്സ് ആദ്യത്തെ 4-ൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഉണ്ടാവുമെന്ന് 100% ഉറപ്പാണ് പ്രിയപ്പെട്ട കൂടെ. നിങ്ങൾ നോക്കിക്കോ, ഈ ആദ്യത്തെ പൊസിഷൻ 4 പൊസിഷനിൽ ഒരു പൊസിഷനിൽ ചെന്നൈ സൂപ്പർ കിങ്സ് വന്നിരിക്കും. തീർച്ചയായിട്ടും അതിയായ സന്തോഷം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് ഈ IPL കഴിഞ്ഞ ഉടനെ അടുത്ത ടീം സെലക്ഷൻ ഉടനെ ഉണ്ടാവും. അടുത്ത വേൾഡ് കപ്പിനുള്ള ടീം സെലക്ഷൻ ഉടനെ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും എന്താണ് നടക്കാൻ പോകുന്നത്. എന്തായാലും സഞ്ജു സാംസൺ വൺഡേയിൽ കിട്ടുന്നു. അമ്പേ പരാജയമാണ് KL രാഹുലും ഋഷഭ് പന്തും. എന്തുകൊണ്ടും അപ്പോൾ ചാൻസ് ഉള്ളത് നമ്മുടെ സഞ്ജു സാംസനാണ്. എന്തുകൊണ്ട് സഞ്ജു സാംസൺ ആയിരിക്കും? കാര്യം എന്ന് പറഞ്ഞാൽ വൺഡേയിൽ നല്ല രീതിയിൽ ബാറ്റ് ചെയ്ത സഞ്ജു സാംസൺ ആവും. എന്തായാലും 2020 ഒരു 100 അടിക്കാൻ നല്ല ഹെൽപ്പുള്ള സഞ്ജു സാംസൺ എന്തായാലും വൺഡേയിൽ ഒരു 200 ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും വൺഡേ ടീം പ്രഖ്യാപിക്കുമ്പോൾ മെയിൻ വിക്കറ്റ് കീപ്പറായിട്ട് സഞ്ജു സാംസൺ ഉണ്ടാവും എന്നതാണ് അതിയായ സന്തോഷം എന്നാണ് ഞാൻ. എന്തായാലും നല്ലത് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഇന്നത്തെ മാച്ച് നമുക്ക് ഭയങ്കരധികം സന്തോഷമുണ്ടായി. സഞ്ജു സാംസൺ നല്ലൊരു നോക്ക് കാണാൻ പറ്റി. അതുപോലെ IPL 2026 ഒരു നല്ലൊരു സെഞ്ചുറി കാണാൻ കഴിഞ്ഞു. അവസാനത്തെ ബോൾ ഒരു ബൗണ്ടറി അടിച്ചുകൊണ്ട് സഞ്ജു സാംസൺ 101 റണ്ണ് തികച്ചിരിക്കുന്നു. കൂട്ടുകാരെ സന്തോഷമായിരിക്കുന്നു, അതിയായ സന്തോഷമായിരിക്കും. എന്തായിരുന്നാലും നമുക്ക് കാണാൻ കഴിയാം. ഇനി ഒരു സെഞ്ചുറി കൂടി എന്തായാലും തീർച്ചയായിട്ടും സഞ്ജു സാംസന്റെ കൂടി കാണാൻ കഴിയും. ഞാനും എൻ്റെ ചാനലും പറഞ്ഞതുപോലെ ഈ IPL 2026 തീരുന്ന മുമ്പേ സഞ്ജു സാംസന്റെ ഒരു സെഞ്ചുറി കൂടി കാണാൻ കഴിയും. മൊത്തം കുറഞ്ഞ ഒരു 3 സെഞ്ചുറിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ 3 സെഞ്ചുറി നമുക്ക് കാണാൻ കഴിയും.
കൂട്ടുകാരെ എന്തായാലും സന്തോഷമുണ്ട്. നല്ലത് മാത്രം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വേറെ ഒന്നും പറയാനില്ല. വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യണം. എന്തായാലും സഞ്ജു സാംസന്റെ ഗംഭീരമായൊരു സെഞ്ചുറി കണ്ട് എന്തായാലും തീർച്ചയായിട്ടും ഇനി നമുക്കൊരു സെഞ്ചുറി കൂടി കാണാം. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ സന്തോഷമായിട്ട് നല്ലത് നടക്കട്ടെ, നല്ലത് മാത്രം നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഭ്രാന്തന്റെ കുഞ്ഞു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രം ഭ്രാന്തൻ.